Watch full episodes on Jio Hotstar. ഇവനന്ന് നമ്മുടെ കൂടെ ട്രെയിനിൽ വന്ന ചെക്കനല്ലേ? ഇവനെ റെസ്റ്റ് റൂമിൽ നിന്ന് എങ്ങനെയാ കാണാതെ പോയെന്ന് കണ്ടെത്തണമല്ലോ. റോക്കി, എന്റെ കൂടെ വാ. എടാ പിള്ളേരെ, അവിടെ ഒന്ന് നിക്ക. തുറക്ക്, ഞാനും അകത്തേക്ക് വരുന്നുണ്ട്. ഇങ്ങനെയൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. അവര് 4 പേരും ഈ ലിഫ്റ്റിൽ കയറുന്ന ഞാൻ കണ്ടതാണല്ലോ. എന്നിട്ട് പെട്ടെന്ന് എല്ലാരും എങ്ങോട്ടാ കാണാതെ പോയത്? റോക്കി, റോക്കി! എന്താ മമ്മേ? എടാ റോക്കി, നിനക്ക് ആ ട്രെയിനിൽ നമ്മുടെ കൂടെ വന്ന ചെക്കനെ ഓർമ്മയുണ്ടോ? അവനും അവന്റെ കൂട്ടുകാരും കൂടെ ഈ ലിഫ്റ്റിനകത്ത് കയറുന്നത് നമ്മൾ കണ്ടതല്ലേ? പക്ഷെ ലിഫ്റ്റ് തുറന്നു നോക്കിയപ്പോ ഇതിനകത്ത് ആരുമില്ല. ആ പിള്ളേരെ കാണുമ്പോ എന്റെ മനസ്സിൽ എന്തോ സംശയമുണ്ട്. എന്താ മമ്മേ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി കാണും. അവര് ഈ സൈഡിലുള്ള ലിഫ്റ്റിലായിരിക്കും പോയിരിക്കുന്നത്. കൺഫ്യൂഷനോ? അതും 2 പ്രാവശ്യമോ? ഞാനത് സമ്മതിക്കേല. തീർച്ചയായിട്ടും ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. അടിപൊളി, എന്തൊരു ഭംഗിയല്ലേ? മുത്തശ്ശൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് എത്ര സുന്ദരമായ സ്ഥലമായി ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അതിമനോഹരമായ കാഴ്ച. ഇനി ഞാൻ ഈ സ്ഥലം വിട്ട് എങ്ങോട്ട് വരാൻ പോകുന്നില്ല. മുത്തശ്ശൻ നേരത്തെ പറഞ്ഞിരുന്നു ഹോട്ടലിലേക്ക് ചെന്ന ശേഷം ജോങ്ങളെ മീറ്റ് ചെയ്യുന്നു. അല്ല, ഇതേത് നമ്പറാ? വെറും 41. ഹലോ ഹലോ അങ്കിൾ, ഞാൻ രുദ്ര സംസാരിക്കുന്നേ. ഓ യെസ് രുദ്ര, ഐ നോ. ഞാൻ എത്ര നേരമായി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അറിയാമോ? എന്റെ റൂമിലേക്ക് വാ, നമുക്ക് മീറ്റ് ചെയ്യാം. അങ്കിൾ, നിങ്ങളെ ഞങ്ങളുടെ റൂമിലേക്ക് ക്ഷണിക്കുകയാണ്. ഐ വുഡ് ലൈക്ക് ടു കം. പക്ഷേ നിങ്ങളുടെ മാജിക് ഫ്ലോറിൽ ഞാൻ എങ്ങനെ വരാൻ പറ്റും? അങ്കിൾ, നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. നിങ്ങളുടെ റൂമിലെ സീലിംഗ് ഒന്ന് നോക്കിയേ. ഹലോ കുട്ടികളെ, ഇത് കൊള്ളാലോ. ഈ റൂം എന്റെ ടോട്ടൽ ഹോട്ടലിനേക്കാളും വളരെ ബ്യൂട്ടിഫുൾ ആണ്. കുട്ടികളെ, ക്വസ്റ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത് നിങ്ങളല്ല, ശരിക്കും പറഞ്ഞാൽ ഞാനാണ്. അവസാനം നിങ്ങൾ എന്നെ ഗസ്റ്റാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് വളരെ ആഡംബരമായിട്ട് മന്ത്രി അദ്ദേഹം ബുള്ളറ്റ് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തു. യാത്രക്കാരെല്ലാവരും വളരെ സന്തോഷത്തോടെ ട്രെയിൻ യാത്രയിൽ പങ്കെടുത്തു. പക്ഷേ ട്രെയിൻ സീലിംഗിൽ എത്തിച്ചേർന്നതും അല്പസമയത്തേക്ക് ഭയങ്കര പ്രശ്നമുണ്ടായി. ട്രെയിനിന്റെ ട്രാക്ക് പെട്ടെന്ന് തകർന്ന് കടലിലേക്ക് വീണു. ആ ട്രെയിനും കടലിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്നൊരു വലിയ അത്ഭുതം സംഭവിച്ചു. ട്രെയിനിന്റെ ട്രാക്ക് വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് വന്ന് വീണ്ടും ഘടിപ്പിച്ചു. ട്രെയിൻ സുരക്ഷിതമായി അവിടം കടന്നു പോവുകയും ചെയ്തു. അപകടങ്ങൾ സംഭവിച്ചതായി വാർത്തയില്ല. എല്ലാം കൃത്യസമയത്ത് ശരിയാവുകയും ചെയ്തു. പക്ഷേ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ട്രെയിനിനെ രക്ഷിച്ചത് ആരായിരിക്കും? രുദ്ര, ഇത് നീ ചെയ്ത പണിയല്ലേ? നിങ്ങളും ബുള്ളറ്റ് ട്രെയിനിൽ പോയതല്ലേ? അതെ ജോ അങ്കിൾ, എനിക്കത് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ ടോട്ടൽ ട്രെയിനും കടലിനുള്ളിൽ പോയേനെ. വെള്ളം കൊണ്ടുണ്ടായ ഒരു മനുഷ്യനെ ഞാൻ അവിടെ വെച്ച് കണ്ടു. അയാളെ കണ്ടപ്പോ ഒരു ഈജിപ്ഷ്യൻ മമ്മിയെ പോലെ ഉണ്ടായിരുന്നു. അയാളാണ് ട്രെയിൻ കടലിൽ തള്ളിയിടാൻ നോക്കിയത്. ഞാൻ അയാളുമായി ഫൈറ്റ് ചെയ്തു. ഈജിപ്ഷ്യൻ മമ്മിയുടെ ഷേപ്പ് കണ്ടെന്നോ? ഒരുപക്ഷെ അയാള് ജീവനോടെ വന്നു കാണുമോ? അങ്കിൾ, നിങ്ങൾ ഇപ്പൊ ആരെ കുറിച്ചാ സംസാരിക്കുന്നേ? നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട രുദ്ര. ഒരു കാര്യം മാത്രം നീ ഓർത്താൽ മതി. നീ മുംബൈയിലുള്ളവരെ മാജിക് കുറച്ച് യൂസ് ചെയ്യുന്ന നിർത്തിയേക്ക്. ആരെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് വലിയ പ്രശ്നമായി തീരും. ശരി, ഓക്കെ, നിങ്ങളെല്ലാവരും കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിങ്ങളെല്ലാവരും നല്ല ടയർഡായിരിക്കും തോന്നുന്നു. Nice to meet you, uncle. ഞാൻ വിചാരിച്ചതുപോലെ ഫുള്ളായിട്ട് ഞാൻ പവർഫുൾ ആകാത്തത് വരെ നമുക്ക് രാത്രി മാത്രമേ പുറത്തിറങ്ങാൻ പറ്റൂ. വരൂ.
അവിടെ ഒരാൾ വരുന്നുണ്ട്. ഞാൻ ഇവനിൽ നിന്നും തുടങ്ങാൻ പോവാ. ഏയ് നിക്കടാ അവിടെ, എന്റെ അടുത്തേക്ക് വാ. എന്താ സാറേ? ഞാനിതാ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഏത് ടൈപ്പ് കോസ്റ്റ്യൂമോ ഇപ്പൊ അണിഞ്ഞിരിക്കുന്നത്? ഈ അർദ്ധരാത്രി സമയത്ത് നീ എന്തെങ്കിലും നാടകം കളിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണോ? എന്ത് നാടകമോ? നീ എന്റെ ഈ കണ്ണുകളിലേക്ക് നല്ലോണം നോക്ക്. ഞാൻ എന്തിനാ നോക്കുന്നത്? ഞാൻ എന്റെ ഇഷ്ടത്തിനാ ചെയ്യുന്നത്. താനിത് എന്ത് ഡ്രസ്സോടെ ഇട്ടിരിക്കുന്നേ? ഞാൻ പോവാ. ടാറ്റാ, ബൈ ബൈ. എന്റെ ആശാനെ, നിങ്ങൾ എന്തെങ്കിലും പത്രം പോലെ കിടന്ന് കിടങ്ങുന്നത്? ആശാനെ നിൽക്കൂ. ആശാനെ, നിങ്ങൾ എവിടെയുള്ളത്? ആശാനെ, ആശാനെ പോവല്ലേ? ആശാനെ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മനുഷ്യൻ നമ്മളെ കണ്ട് പേടിച്ചു പോലുമില്ല. ബോസ്, മുംബൈയിൽ ആരും ഞങ്ങളെ പോലെ മമ്മിയെ കണ്ട് പേടിക്കാറില്ല. അവരുടെ സ്വന്തം മമ്മിയെ കണ്ടാ പേടിക്കാറ്. ഇവിടെയുള്ള മനുഷ്യർക്ക് ഭൂതം മമ്മിയൊന്നും വിശ്വാസം ഇല്ലെന്നേ. ആരും എന്നെ കണ്ടിട്ട് പേടിച്ചില്ല എന്ന് പറഞ്ഞാൽ, ആരും എന്റെ കണ്ണിൽ നോക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അവരുടെ പവേഴ്സ് വലിച്ചെടുക്കുന്നത്? ഐഡിയ. ഇനി എല്ലാവരും തേടി വന്ന് എന്റെ കണ്ണുകളിലേക്ക് നോക്കും. അങ്ങനെ എല്ലാവരും സറണ്ടർ ആവും. മ്യൂസിക്. അല്ലേ, ഇതെന്ത് ശബ്ദമാ? അവിടെ എന്തോ ഒരു ഷോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാ വാ, നമുക്ക് ചെന്ന് നോക്കാം. ആരെങ്കിലും ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടോ? എന്തോ കോൺസെർട്ട് ആണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. താങ്ക് യു. സോ എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഈ ഡാൻസ് ഷോ? വീണ്ടും ഒരു സർപ്രൈസിന് നിങ്ങൾ എല്ലാവരും റെഡിയാകൂ. ഇങ്ങോട്ട് നോക്കൂ. വരൂ, എന്റെ അടുത്തേക്ക് വരൂ. മനുഷ്യരുടെ ശക്തിയെല്ലാം എന്റെ അടുത്തേക്ക് വരട്ടെ, എന്റെ അകത്തേക്ക് വരട്ടെ. Zibaiska audience de Friezo. അല്ല, നമ്മളെല്ലാരും ഇവിടെ എന്തെടുക്കുകയാണ്? നിനക്കിതെന്താ പറ്റിയത്? എന്റെ മുടി. യെസ്, റോക്കി നമ്മളെ സഹായിക്കും. നിങ്ങൾ പറയുന്നത് സത്യമാണോ? നിങ്ങൾ എല്ലാവരും റിയൽ മജീഷ്യൻസ് ആണോ? അതെ അമ്മേ, പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. മമ്മി അതിന്റെ കൊഫൻസ് നിന്ന് പുറത്തു വന്ന് മുംബൈയിൽ കറങ്ങി നടക്കാണ്. അവൻ ജനങ്ങളുടെ പവർ അപകരിക്കാൻ നോക്കുകയാണ്. നമ്മൾ അവനെ ഉടനെ തടഞ്ഞു നിർത്തണം, അല്ലെങ്കിൽ മുംബൈ മാത്രമല്ല ഈ ലോകം മൊത്തം അപകടമായി തീരും. പക്ഷെ നീ ഒരു മജീഷ്യൻ അല്ലേ, നിനക്ക് എന്തും ചെയ്യാലോ. പക്ഷെ നിന്റെ കയ്യിൽ സയൻസിന്റെ ശക്തിയുണ്ട്, ഓർമ്മയില്ലേ? നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ നിന്നെ സഹായിക്കാം. പറയൂ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? താങ്ക്സ് റോക്കി, വി ആർ എ ടീം നൗ. നീ സോഷ്യൽ മീഡിയയിൽ ഹെൽപ്പ് ലൈൻ ഇട്ടിട്ട് ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യണം. ആരെവിടെ മമ്മിയെ കണ്ടാലും ഇമീഡിയറ്റ്ലി ഇൻഫോം ചെയ്യാൻ പറയണം. ഇത് വളരെ സിമ്പിൾ ആണല്ലോ. ഇതാ, ഞാൻ ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്തേക്കാം. യെസ്, ഞാനിത് ചെയ്തു കഴിഞ്ഞു. ഇനി മമ്മിയുടെ ലൊക്കേഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്താം. ഒരുപാട് സമയമാവില്ല.
ഓടി ഒളിച്ച് കളിച്ചതൊക്കെ മതി. ഇനി നമ്മൾക്ക് പാലസിലേക്ക് തിരിച്ചു പോകണം. ബോസ്, ഇവിടുന്ന് നോക്കിയിട്ട് എനിക്ക് കൊട്ടാരം ഒന്നും കാണുന്നില്ലല്ലോ. ഗുഹ മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് പാലസ് എവിടെയാ കാണുന്നത്? നീ എന്റെ പുറകിൽ തന്നെ മിണ്ടാതെ വന്നുകൊണ്ടിരിക്കൂ. അപ്പം നിനക്കെല്ലാം മനസ്സിലാവും. വേഗം വാ. ബോസ് എന്താ പറയുന്നത്? ബോസ്, ഈ സ്ഥലത്ത് താമസിക്കുന്നേക്കാളും നമുക്ക് ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചാ പോരെ? ആണോ? 2 അടി മുന്നോട്ടെടുത്ത് വെച്ച് നോക്ക്, എന്നിട്ട് പറയൂ. അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു ദിവസത്തെ രാത്രി മാത്രം എന്റെ ഈ കാണുന്ന പാലസ് മുംബൈ സിറ്റിയുടെ സെൻട്രൽ പോയിന്റിൽ ഉണ്ടാകും. എല്ലാവർക്കും മനസ്സിലാവും അവരുടെ പുതിയ കിങ് ഫാരോ ആണെന്ന് മനസ്സിലാവും. കിങ് ഫാരോ. നിനക്കൊരു ബോംബ് പോലും പൊട്ടിക്കാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോ ഒരു പുതിയ പ്ലാൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഒരുപാട് ബോംബ്സ് പതുക്കി വെക്കാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ ഒരേ സമയത്ത് ഈ ബോംബ് മുംബൈയിൽ മൊത്തം പൊട്ടി തെറിപ്പിക്കും. എല്ലാം ചാമ്പലായി പോകും. ഓക്കെ ബോസ്, നിങ്ങൾ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഞാൻ ഓരോ സ്ഥലത്തും ബ്ലാസ്റ്റായി തളർന്ന അവശനായിരിക്കാം. ഇതെന്താ ബോസ്? അറിയാതെ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ബോംബ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ? ചേട്ടാ, ഇതെന്താ ഞാൻ കാണുന്നത്? എന്താ സ്വപ്നമോ മറ്റോ ആണോ? ചരൺദാസ്, അതൊക്കെ അങ്ങ് വിട്ടേക്ക്. ഇപ്പൊ ഞങ്ങൾ കാണുന്നത് സ്വപ്നമാണോ അതോ സത്യമാണോ? ഈ പ്രശ്നത്തിൽ തലയിടാതെ ഇരിക്കുന്നതാ നല്ലത്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിക്കോ. പിന്നെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ചാൻസ് കിട്ടില്ല. കിങ് ഫാരോ വരാൻ പോവുകയാണ്. ഓടിക്കോ, ഇവിടെ നിന്ന് ഓടിക്കോ. കിങ് ഫാരോ വിജയിക്കട്ടെ, കിങ് ഫാരോ വിജയിക്കട്ടെ, കിങ് ഫാരോ വിജയിക്കട്ടെ, കിങ് ഫാരോ വിജയിക്കട്ടെ. നിങ്ങളുടെയും ഞങ്ങളുടെയും ലക്ഷ്യം ശരിക്കും പറഞ്ഞാൽ ഒന്നാണ്. മുംബൈയെ ടോട്ടലായിട്ട് നശിപ്പിക്കണം. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എല്ലാം പെട്ടെന്ന് തന്നെ സക്സസ് ആയി മാറും. എന്ത് പറയുന്നു? നമ്മൾ തമ്മിൽ ഒരു ഡീൽ വെച്ചാലോ? എന്റെ ചിട്ടിയെ ഞാൻ എന്തിനാണ് നശിപ്പിക്കുന്നത്?
മരമണ്ട, ഒരക്ഷരം വേണ്ടി പോകരുത്. എന്റെ സിറ്റിയെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു പോകരുത്. ഇങ്ങോട്ട് വാ. എന്റെ കണ്ണുകളിലേക്ക് നല്ലോണം നോക്കൂ. ഞാൻ നിങ്ങളുടെ കണ്ണിൽ നോക്കില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അതേ പണി തന്നെ ചെയ്യാം. ഓ മൈ ഗോഡ്, ഒരു പക്ഷേ ഇത് കിങ് ഫാരോ ആണോ? അതെ, അത് തന്നെ. യെസ്, കിട്ടിപ്പോയി. മെസ്സേജ് വന്നു. ലൊക്കേഷൻ സിറ്റിന്റെ പുറത്ത് ഡിഗിങ് സൈറ്റിലാണ്. അവൻ അവിടെ തന്നെ പോയി കാണുന്ന എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് അവൻ അവിടെ എസ്കേപ്പ് ആവും. അവൻ അവിടെ പോകുന്ന മുമ്പ് നമുക്ക് ചെന്ന് എത്താം. ഇപ്പൊ തന്നെ പോവാം. ഇതെന്താ? King Sparrow. അല്ല ബോസേ, ഇതാരാ? എന്റെ ദൈവമേ, ഇത്രയും വലിയൊരു പക്ഷിയോ? പതുങ്ങിരിക്കടാ. ബോസേ, ഇന്ന് എല്ലാ സ്ഥലത്തും മാജിക് ആണല്ലോ നടക്കുന്നത്. രുദ്ര, നേരം വെളുക്കാൻ ഇനി കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ. നിങ്ങൾ സാധാരണ ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. നിങ്ങൾ നിങ്ങളുടെ കോഫിലേക്ക് തിരിച്ചു പൊക്കോളൂ. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എന്നെ തടഞ്ഞു നിർത്തിയൊന്ന് കാണിക്കേ. ഫാരോ കിങ്, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. തണ്ടർ ക്രിയേറ്റോ. ഓക്കെ കുട്ടികളെ, നമുക്ക് അകത്തേക്ക് ചെന്ന് കോഫിൻ പുറത്തേക്ക് കൊണ്ടുവരണം. വരൂ.
ഇല്ല, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. രുദ്ര, അതും തടഞ്ഞു നിർത്ത്. അവന്റെ പവർ കൂടി കൂടി വരികയാണ്. സൺറൈസിന് അല്പസമയം കൂടിയേ ഉള്ളൂ. അവനെ പൊക്കിയെടുത്ത് കോഫിനിൽ കിടത്ത് രുദ്ര. ആകാശത്തിലുള്ള എല്ലാ പവേഴ്സും എന്റെ കയ്യിലേക്ക് വരട്ടെ. Ibaiska Shield Creator. രുദ്രയുടെ കഥ അവസാനിപ്പിക്കൂ. Ibaiska. Boom, chick, boom. ഞാൻ വീണ്ടും തിരിച്ചു വരും.
രുദ്ര, താങ്ക് യു സോ മച്ച്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ദി കിങ് ഫാരോയെ നീ തിരിച്ചയച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അവൻ മൊത്തം ലോകത്തെയും ഇല്ലാതാക്കി നശിപ്പിച്ച് കളഞ്ഞേനെ. അതിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്ക് എടുക്കാൻ പറ്റില്ല. റോക്കിയുടെ നിങ്ങളുടെ സഹായം ഒന്നും ഇല്ലാതെ കിങ് ഫെറോനെ തിരിച്ചയക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് സന്തോഷം തോന്നുന്നു. റോക്കിയെ പോലത്തെ ഫ്രണ്ട് എനിക്ക് മുംബൈയിൽ കിട്ടിയിരിക്കുന്നു. Zibaisko, memory eraser. അല്ല, നമ്മളെല്ലാവരും ഇവിടെ എന്തെടുക്കാണ്? അറിയില്ല ബോസ്. വരൂ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഒരു കലക്കാന്നേ. നമ്മളെ കുറിച്ചോ മമ്മയെ കുറിച്ചോ അവർക്ക് ഇനി ഒരു ഓർമ്മയോ ഉണ്ടാവില്ല. രുദ്ര, എനിക്കും റോക്കിക്കും ഒരു കാര്യം അറിയാം. നിങ്ങൾ മജീഷ്യൻസ് ആണെന്നുള്ള കാര്യം. പക്ഷേ നീ അവരെ പോലെ ഞങ്ങളുടെ മെമ്മറീസിലുള്ള കാര്യങ്ങളും അറേസ് ചെയ്യില്ലല്ലോ. ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ ആരാന്ന് റോക്കി മറന്നു പോയാൽ തീർച്ചയായിട്ടും എനിക്കൊരു നല്ല ഫ്രണ്ടിനെ മിസ്സാവും. ഇല്ല മോനെ, ഒരിക്കലും ഇല്ല. നീ ഞങ്ങളുടെ മൈൻഡിൽ നിന്ന് ആ മെമ്മറി അങ്ങ് ഡെലീറ്റ് ചെയ്തേക്കെ. ഒരു പക്ഷെ അറിയാതെ ആരോടെങ്കിലും പറഞ്ഞു പോയാൽ അതൊരു പ്രശ്നമായി മാറില്ലേ? അമ്മുമ്മേ, അതിനും എന്റെ കൈവശം ഒരു സൊല്യൂഷൻ ഉണ്ട്. നീ ഇപ്പൊ എന്താ ചെയ്തത്? ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ആരോടെങ്കിലും പറയാൻ ശ്രമിച്ചാൽ ആ സമയം നിങ്ങൾക്ക് ആ കാര്യം മറന്നുപോകും. പക്ഷെ ഞങ്ങളെ ഓർമ്മയുണ്ടാവും. താങ്ക് യു മോനെ. ഇപ്പൊ എനിക്ക് 2 പേരക്കുട്ടികളെ കിട്ടി. Watch India's largest kids library only on Jio Hotstar. Download the app now.